മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതോടെ മുസ്ലിം ലീഗ് വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരും. രാവിലെ 10 മണിക്ക് പാണക്കാട്ട് വെച്ചാണ് നിർണായക യോഗം. പൊതുവികാരം വി ഡി സതീശന് അനുകൂലമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. ഹൈക്കമാൻഡ് തീരുമാനം എതിരായാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതാകും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ശരത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പാണക്കാട് തങ്ങൾ, അധ്യക്ഷൻ, പ്രധാനപ്പെട്ട നേതാക്കൾ, ലീഗിന്റെ സംസ്ഥാന സമിതി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ വികാരം വി ഡി സതീശനൊപ്പമാണ്, ജനവികാരവും സതീശനൊപ്പമാണ്. അപ്പോൾ ആ തീരുമാനം എത്രയും വേഗം ആയിക്കോട്ടെ. അതുകൂടാതെ കഴിഞ്ഞ ദിവസം MLA-മാരടക്കം രംഗത്ത് വന്നുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഈ വിജയത്തിന്റെ ശോഭയൊക്കെ കെട്ടുപോകുന്നു, ജനങ്ങളോട് എന്ത് മറുപടി പറയുമെന്നറിയില്ല, കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഈ ഒരു വിഷയം, ഈ ഒരു മുഖ്യമന്ത്രി വിഷയം എങ്ങനെയാണ് ചർച്ചയാവുക? അതോടൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഫലം വന്നിപ്പോൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ വലിയൊരു അകലം കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ MM ഹസനും പറഞ്ഞു, അതിനു മുമ്പ് മാത്യു കുഴൽനാടൻ പറഞ്ഞു, ഘടകകക്ഷികൾ അധികം അഭിപ്രായം പറയേണ്ട, ഈ ഒരു തീരുമാനം കോൺഗ്രസിൻ്റെതാണെന്ന്. അപ്പോൾ അതിലും ഒരു അതൃപ്തി ലീഗിനുള്ളിൽ പുകയുന്നില്ലേ ശരത്ത്? ഗുഡ് മോർണിംഗ് ഷിയാസ്. ശ്രുതി, അതായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് വളരെ അസംതൃപ്തി ലീഗിനുള്ളിലുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മുന്നണി ഇതുവരെയും മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രമല്ല പല ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ലീഗിന് വലിയ അസംതൃപ്തിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലീഗിന്റെ MLA-മാരടക്കം അക്കാര്യത്തിൽ അത് വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തു. അതായത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ശോഭ കെടുത്തുന്ന രീതിയിലാണ് നിലവിലെ സാഹചര്യം എന്നടക്കമുള്ള രീതിയിൽ പരസ്യ പ്രതിഷേധത്തിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ തന്നെ ലീഗിന്റെ അണികളും ഒക്കെ തന്നെ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിലാണ് എന്തായാലും ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. സാദിഖലി തങ്ങൾക്ക് പുറമെ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്നിപ്പോൾ പാണക്കാട് നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനമായും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് തുടർന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഏറ്റവും ഒടുവിൽ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു, പക്ഷേ അതും ഉണ്ടായില്ല. നിലവിൽ ഇന്നുണ്ടാകുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ നിലവിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളതാണ് പ്രധാനമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ. ഒപ്പം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ അതിൽ ലീഗ് പിന്തുണയ്ക്ക് നമുക്കറിയാം. നേരത്തെ തന്നെ വി ഡി സതീശനെ അനുകൂലിച്ചാണ് ലീഗിന്റെ നിലപാടൊക്കെ തന്നെ. ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാക്കേണ്ടത് സതീശനെയാണ് എന്ന നിലപാട് ലീഗ് തന്നെ വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ സതീശനെ ആക്കുകയോ അല്ലെങ്കിൽ സതീശനെ ആക്കിയില്ലെങ്കിൽ എന്ത് നിലപാടെടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടി ഇന്നിപ്പോൾ ചർച്ചയുണ്ടാകും. കാരണം KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ചർച്ചയിലുള്ള ഘട്ടത്തിൽ ഇനിയിപ്പോൾ ജനവിധി, അതായത് MLA-മാരല്ലാത്ത ആൾ മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ അസംതൃപ്തി ലീഗിനുണ്ട്. അത്തരത്തിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയാകും. പ്രത്യേകിച്ച് നേതാക്കന്മാർക്കിടയിൽ മാത്രമല്ല പ്രതിഷേധമുള്ളത്, താഴേക്കിടയിൽ അണികൾക്കുൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ MLA-മാരെയൊക്കെ തന്നെ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ലീഗ് നേതാക്കൾ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകർ അറിയിക്കുന്നതും പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ ലീഗ് കടക്കുന്നതുമൊക്കെ തന്നെ കണ്ടതാണ്. അത്തരത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ലീഗ് അണികളെയും നേതാക്കളെയും ഒരേപോലെ പറഞ്ഞു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ട്. ശരി, അത് തന്നെയാണ് ശരത്. അപ്പോൾ ഈ അണികളുടെ ഒരു വികാരം, ജനങ്ങളുടെ ഒരു വികാരം, ഘടകകക്ഷികളുടെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം വി ഡി സതീശന് അനുകൂലമാണ്. അത്തരത്തിലായിരിക്കുമോ തീരുമാനം എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ, അത് MLA-മാരുടെയും നേതാക്കളുടെയും പിന്തുണയാണെന്നുണ്ടെങ്കിൽ അത് KC വേണുഗോപാലിലേക്ക് എത്തും. അപ്പോഴും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. അതിലും ലീഗിന് ശക്തമായ വിയോജിപ്പുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയാണ് UDF-നുള്ളിൽ നടക്കുന്നത് എങ്കിൽ